ശോഭ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം കൊടുക്കുന്ന സമയത്ത് ഒരു കോൺഗ്രസ് നേതാവ് വീഡിയോ പിടിച്ചു. ആ വീഡിയോ പിടിച്ചതിന് ശോഭ സുരേന്ദ്രൻ തീരെ അത് പറ്റിയില്ല. അതിനെന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് കാണണ്ടേ? കാണാം കേട്ടോ, കാണാം. पैसे लेके नहीं नहीं हो जाएगा. നിങ്ങളുടെ തേങ്ങയിലെ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊരു സ്ഥാനാർത്ഥിയല്ലേ? ഈ നാട് നീളെ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. സ്ഥാനാർത്ഥി ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ ഈ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത് തെറ്റൊന്നുമില്ല. പിന്നെ നിങ്ങൾ വോട്ടർമാർക്ക് പണം കൊടുക്കുന്നതാണ് എടുത്തതെങ്കിൽ IPC സെക്ഷൻ 171B പ്രകാരം ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ നിങ്ങളെ അയോഗ്യയാക്കും കഴിയും, അറിയില്ലേ? ഷെപ്പ അടിച്ച് പൊട്ടിക്കും, അത് അടിക്കും എന്നൊക്കെ പറയുമ്പോൾ പബ്ലിക് പ്ലേസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളൊരു പൊതുപ്രവർത്തകയാണ്. നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി, ആ ആക്ട് ചൂണ്ടിക്കാണിക്കാൻ എടുത്ത വീഡിയോ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഇനി ഓൺലൈൻ പോർട്ടൽ വഴി തന്നെ നമുക്കത് പരാതിപ്പെടാൻ കഴിയുമല്ലോ. ഫോട്ടോ എടുത്ത ആളെ മോന്തടിച്ച് പൊട്ടിക്കാൻ പോകുന്നു. ചാച്ചി ബാക്കി പറ. ഞങ്ങൾക്ക് ബഹുമാനത്തോട് കാരണമാണ്. എന്റെ മൊബൈൽ ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല, നിങ്ങൾ ആദ്യം ഞാനല്ലെങ്കിൽ നാട് നന്നാക്കാൻ വേണ്ടി വന്നോന്നല്ലല്ലോ. ആ കിട്ടിയ 25 ലക്ഷം രൂപ മറക്കി എന്ന് പറഞ്ഞ ആളല്ല എന്റെ പൊന്നു ചാച്ചി. പിന്നെ പൊതുപ്രവർത്തകയാണ് നിങ്ങൾ പൊതുപ്രവർത്തനം ഏർപ്പെട്ട സമയമാണ്. പിന്നെ ഈ ഒരു സമയത്ത് വോട്ട് ചോദിച്ചു പോകാൻ പാടുമോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നാളെ ഇലക്ഷൻ ആണല്ലോ അല്ലെ? അപ്പൊ ഒന്നേ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ പണം കൊടുത്തിട്ടുണ്ടോ? ഞാനിപ്പോ ഈ വാർത്തയുടെ അടിക്കുറിപ്പ് കണ്ടത് തന്നെ അതാണ്. വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിന്റെ മൊബൈൽ ഫോട്ടോ എടുക്കണ്ട, അടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊളിക്കും. BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നത് പിടിക്കപ്പെട്ടു എന്നുള്ളത്. ബാക്കി തട്ടിപ്പറിക്കാൻ നോക്കാം. അങ്ങനെ മൊബൈലാക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. സ്ഥാനാർത്ഥിയുടെ വീഡിയോ നിങ്ങൾ തന്നെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഗൂഗിൾ അടിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആക്ട് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ തെളിവിന് ഫോട്ടോയോ വീഡിയോ എടുക്കാം, അത് പരാതിപ്പെടാം. ഇനി അതൊന്നും അല്ലാതെ നിങ്ങളിപ്പോ പ്രചരണത്തിന് ഇറങ്ങുന്ന വീഡിയോസ് ഇഷ്ടം പോലെ ആളുകൾ എടുക്കുന്നുണ്ടല്ലോ, എന്നാൽ എല്ലാവരും പറയണം അത് എടുക്കണ്ട കേട്ടോ എന്ന് പറയണം. നിങ്ങൾ ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസ് ഇപ്പൊ എന്താ പറയാ ഇതിൽ കിടക്കുന്നില്ലേ? അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു കാര്യം എടുത്താണ് ചേച്ചിക്ക് പറ്റാഞ്ഞത്. ഇല്ലല്ലോ, നിങ്ങൾ ആദ്യം മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിക്കുന്നത്? അല്ല, നിങ്ങളിപ്പോ അതിനോട് നിങ്ങൾ ചെയ്തോളി. നിങ്ങൾ എന്താ ചെയ്തോളി. ആയിക്കോട്ടെ. വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനാണ് പോകുന്നത് ചേച്ചി. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അതിന് മുന്നേ ചെയ്യേണ്ടത് നിങ്ങളെ കയ്യിൽ തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. 171B പ്രകാരം തെറ്റാണ്, ശിക്ഷാർഹാണ്. വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ നോക്കട്ടെ. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശമല്ലേ? ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസം എന്താ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുക്കില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. കാൻഡിഡേറ്റ് ഇങ്ങനെ പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഡയലോഗ് അടിക്കുന്ന അപ്പൊ പണ്ടം കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ വീഡിയോ വേണം കേട്ടോ, തെളിവ് വേണം. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ? എന്റെ മൊബൈലിൽ നിങ്ങൾ പിടിച്ചു വലിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ പിടിച്ച് വലിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? കഴിഞ്ഞില്ലേ?
അടിപൊളി മോനെ, അടിപൊളി. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇട്ട് കൊടുക്കടോ. ഇനി ആർക്കാണ് അതിന്റെ ലിങ്ക് വേണ്ടത്? ലിങ്ക് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, എവിടെ ചെയ്യേണ്ടത് നോക്കേണ്ടതെന്നൊക്കെ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് 171B പ്രകാരം തെറ്റാണ്. സി വിജിൽ, അതായത് സി വിജിൽ എന്നടിക്കുക, CVIGIL എന്ന ആപ്പ് വഴി നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷന് നേരിട്ടൊരു വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഇന്ന് അസാധുവാ. കൊടുക്ക്, നിങ്ങൾ കൊടുക്കണം. ഇത് ജനാധിപത്യ രാജ്യമാണ്. പണം കൊടുത്തിട്ടല്ല വോട്ട് തെണ്ടേണ്ടത്, വോട്ട് വാങ്ങേണ്ടത്. അത് ചെയ്യണം, നിങ്ങൾ എല്ലാവരും ചെയ്യണം കേട്ടോ. പിന്നെ തെരഞ്ഞെടുപ്പ് ഒബ്സർവർമാർ, മണ്ഡലത്തിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇലക്ഷൻ ഒബ്സർവർമാർക്കോ റിട്ടേണിംഗ് ഓഫീസർക്കോ പരാതി നൽകാം. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ കൺട്രോൾ റൂമിലോ വിളിച്ച് ഇവരെ അറിയിക്കുക. ഈ വീഡിയോ എടുത്ത ആളുകൾ ദയവ് ചെയ്ത് അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. പണം കൊടുത്തിട്ട് അങ്ങ് വോട്ട് വാങ്ങിയിട്ട് ഡയലോഗ് അടിക്കുന്നോടാ, വോട്ട് വാങ്ങാൻ പോവുക. പാവപ്പെട്ട വയോധികരായ ആളുകൾക്ക് ഫണ്ട് കൊണ്ടു കൊടുക്കുന്നു. എന്റെ പൊന്നു ശോഭാ സുരേന്ദ്ര, അഞ്ഞ് ഡയലോഗ് അടിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. പരമാവധി വീഡിയോ കണ്ട ഉടനെ തന്നെ ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. അത്രേ പറയുന്നുള്ളൂ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്. पैसे लेके नहीं हो जाएगा. എവിടെ നിങ്ങളുടെ തേങ്ങയിലെ എവിഡൻസ് അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ ആയിക്കോട്ടെ. ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം ആരുടെ കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുക്കുന്ന മോശമല്ലേ? വിലസുണ്ടാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പൈസ കൊടുത്തില്ലേ? എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ, നിങ്ങളുടെ വാടക എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു വിളിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. കൊടുത്തു പൈസ അല്ല എന്തായാലും അത് കൊടുത്തില്ല. പൈസ കൊടുത്ത് തോട്ട് പിടിക്കുന്നില്ല. ഇനി ചെയ്യരുത്.